5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ താത്തന്തു അമോവാകം താത്തന്തു തത്തന്തു പോയി 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 പോയി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ നിനക്ക് കന്നഡ അറിയാമോ? ഏയ് ഞാനാ ടൈപ്പല്ല. തമാശകളാ, ഇത് സംഗതി സീരിയസാ. ആ നീ കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു, അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ പിന്നല്ലാതെ. എടാ ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറ. എന്നാ പറയട്ടെ. 5 കസിൻ എന്ന് പറഞ്ഞാൽ 5 കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന് കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കർ അല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡി കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്ന